ഒരു കാര്യം സത്യം കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മോഹൻലാലിന്റെ സിനിമയൊക്കെ ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് പ്രതീക്ഷ ചെറിയതായിട്ടൊന്ന് പാളിയാൽ മതി, പ്രശ്നമാവും. പൊതുവെ ജനങ്ങളുടെ പ്രതീക്ഷകൾ പാഴാകില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഞങ്ങളുടെയും ഒരു കുറച്ച് വിശ്വാസം. വലിയ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ഭരണ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയ ജനങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം. ആ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു 102 സീറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും, പ്രതീക്ഷിക്കും, അത് സ്വാഭാവികമാണ്. ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ ഉയരുക, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള തുടക്കക്കാരെ സംബന്ധിച്ച് കുറെ കൂടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായ സാഹചര്യമുണ്ട്. വളരെ ഉത്തരവാദിത്വബോധത്തോടെ നിറവേറ്റണം എന്നുള്ളത്. ലിജു ഈ പ്രതിഭ ഭരിച്ച മണ്ഡലമാണ്. അവിടെ നിന്നാണ് കായംകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. ഈ പ്രതിഭാവിശേഷം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്? ഈ പ്രതിഭാവിശേഷം വളരെ സന്തോഷമുണ്ട്. നേരത്തെ ശ്രീനചേട്ടൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ 3 തവണ എനിക്ക് മുമ്പ് മത്സരിച്ചെങ്കിലും വിജയിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. കായംകുളത്തും അമ്പലപ്പുഴയിലുമാണ് മത്സരിച്ചത്. അപ്പോൾ CPM ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേങ്കിലും ജയിക്കാൻ അവസരം ലഭിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തവണ കായംകുളം ജനത നൽകിയൊരു അവസരമാണ് ഇത്തവണ മന്ത്രിസഭയിലേക്ക് കൂടി വരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഒരു സ്നേഹവും കടപ്പാടും കായംകുളം ജനതയോട് ആദ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് സംഭാഷണം തുടങ്ങാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞൊരു 20 വർഷക്കാലമായിട്ട് അവിടെ CPM MLA-മാരാണ്. ശ്രീ CK സദാശിവനായിരുന്നു. അതിനുശേഷമാണ് പ്രതിഭ വന്നത്. അപ്പോൾ ഒരു CPM ശക്തി കേന്ദ്രത്തിൽ ഞാൻ ജയിച്ചത് UDF അനുഭാവികളുടെയും പ്രവർത്തകരുടെയും വോട്ടുകൊണ്ട് മാത്രമല്ല. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. നന്നായി CPM വോട്ട് ലഭിച്ചിട്ടുണ്ട്. അവിടെ പത്തിയൂരും ചെട്ടുകുളങ്ങരയും ഒക്കെ പറഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളായി തന്നെ നിൽക്കുന്ന വലിയ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. NDAയിൽ നിന്ന് എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വമാണ് ലഭിച്ചിരിക്കുന്നതാണ് ഞാൻ വലിയ പ്രതീക്ഷ. വിശ്വനാഥ്, അപ്പോൾ താങ്കളുടെ വകുപ്പ് ഏതാണെന്ന് പറയാനായിട്ടില്ല. ഓക്കെ, മാത്രമല്ല ഞങ്ങൾക്കൊരു സൗകര്യം എന്താ അറിയോ, ഞങ്ങൾ ഓരോ വകുപ്പ് ഓരോരുത്തർക്ക് കൊടുക്കും മാറ്റും, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ് ഇനി ഒരു ഗവർണറുടെ പ്രഖ്യാപനം വരുന്നവരെ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. PC വിശ്വനാഥ്, അപ്പോൾ താങ്കളിൽ നിന്നും സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ഒരു സുനാമി അടിച്ചു. UDF മാത്രമല്ല LDF ഒരുപാട് വോട്ട് UDF കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഇലക്ഷന് മുമ്പ് തന്നെ CPM-ലെ ഒരു സമുന്നതനായ നേതാവിനോട് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ടി നശിച്ചു പോകുന്ന ഭയമുള്ള കുറച്ച് ആൾക്കാരെ എതിരെ പോയി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ത് പ്രിക്കോഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നു ചോദിച്ചു. പുള്ളി ചിരിച്ചു. മണ്ടത്തരം പറയുമെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരുപാട് LDF പ്രവർത്തകർ UDF ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് വിശ്വസിക്കുന്നത് എനിക്ക് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ സിദ്ധാന്തം ശരിയാണ് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. കാരണം എനിക്ക് കുണ്ടറയിലെ 32,564 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടുത്തെ ജനങ്ങൾ നൽകിയത്. അപ്പോൾ അതിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്, അതിൽ CPM-കാരും ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൊടുത്തത്, നമ്മുടെ പ്രതിഭയുടെ ഒരു Facebook വന്നിട്ടുണ്ട്. കരഞ്ഞു വിളിച്ചാണ് നമ്മുടെ ലിജു വോട്ട് നേടിയത്, മറ്റവരെല്ലാം ചിരിച്ചാണ്, ഇദ്ദേഹം ചിരിച്ചാവും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ട? താങ്കൾ ഇനി FB പോസ്റ്റ് ഇടാൻ പോകണ്ട, ഇവിടെ പറഞ്ഞാൽ കമന്റ് ചെയ്യുന്നില്ല. ഞാൻ അതിനൊരു മറുപടി, പക്ഷേ നമുക്ക് പ്രതിഭാതാരത്തിലും ഉണ്ടെന്ന് തോന്നും പറഞ്ഞില്ലെങ്കിൽ. അവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റിന്റെ വേദിയിലും ആ സാഹചര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. അപ്പം ഞാൻ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ 3 വർഷം പരാജയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 3 തവണ പരാജയപ്പെട്ടു. അതിൻ്റെ കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം KSUവിലും യൂത്ത് കോൺഗ്രസിലും പാർട്ടിയിലുമൊക്കെ കഠിനാധ്വാനം ചെയ്തും ഒക്കെ തന്നെയാണ് കടന്നു വന്നത്. പക്ഷെ 3 തവണ മത്സരിച്ചപ്പോഴും ജയിക്കാൻ അവസരം ലഭിച്ചില്ല. 4ാമതൊരു അവസരം കൂടി പാർട്ടി നൽകി. അപ്പോൾ ഇത്തവണ കൂടി ജയിക്കാതെ എനിക്ക് മുമ്പ് ആ കൺവെൻഷൻ സംസാരിച്ചവരെല്ലാം അങ്ങനെ പറയുകയും ഉണ്ടായി. 4ാം തവണ ഇത്തവണ കൂടി അവസരം നിഷേധിക്കപ്പെടരുതെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നിമിഷം കണ്ടമിടറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്നത് കാര്യം അർത്ഥമില്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കണ്ണുനീരിന് CPM-ന്റെ അല്ലെങ്കിൽ എൻ്റെ ഇടർച്ചയ്ക്ക് CPM പാർട്ടി ഗ്രാമങ്ങളെ ഇളക്കാൻ ശക്തി ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷനാണ്. ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് നിങ്ങളെന്ന് ഞാൻ മാന്ത്രിക വടി കയ്യിലെടുത്ത പോലെ ഒരു ഫീലാണ്. ഈ വടി ചുഴറ്റുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വലിയ മാറ്റം വരുത്താൻ പറ്റും. ഒന്ന്, ഇന്ന് കണ്ടത് ഒരു ദിവസത്തെ പ്രതിഭാസമല്ല. ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഇളകിയെത്തിയ ലക്ഷക്കണക്കാകുന്ന ജനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളുടെയും സൂചനയാണ്. കാരണം ജനങ്ങളിലേക്ക് ഒരു സർക്കാർ എത്തുകയാണ്. ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു 10 കൊല്ലവും. ഒരു രാവണൻ കോട്ട പോലെ ആർക്കും കയറാൻ പറ്റാതെ ഒരു സെക്രട്ടേറിയറ്റ്.
ഇപ്പോ അവിടെ മന്ത്രിമാർക്ക് കയറാൻ പറ്റാത്ത വിധം ജനങ്ങൾ വളഞ്ഞ ഒരു സെക്രട്ടേറിയറ്റ്, ഏറ്റെടുത്ത ഒരു സെക്രട്ടേറിയറ്റ്. മറ്റേത് ഈച്ച പോലും കടക്കാൻ വലിയ പ്രയാസമാണ്. MLA-മാർക്ക് ചെന്ന് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. അവിടെ നിന്നും UDF-ന്റെ മന്ത്രിമാരെ ഏത് ജനത്തിനും എപ്പോഴും വന്ന് കാണാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മാറ്റം തന്നെ അതൊരു വലിയ മാറ്റമാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് തുറന്നിടുമെന്നാണോ പറയുന്നത്? അല്ല, ഞങ്ങൾ ജനങ്ങളെ അകറ്റത്തില്ല. 2, അഹങ്കാരം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പരാജയത്തിനൊരു കാരണമാണ്. നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ തന്നെ രണ്ടാമത്തെ വലിയ മാറ്റമാണ്. ആക്സസിബിലിറ്റി ഉണ്ടാവുക, അഹങ്കാരം മാറ്റിവെക്കുക, സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. ഇന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു, 16-ലെ LDF ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിലെ തീരുമാനങ്ങൾ പലരും മറന്നുപോയിട്ടുണ്ട്. ആദ്യത്തെ തീരുമാനം എന്താ? ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 6 മാസത്തെ തീരുമാനങ്ങൾ അഴിമതിയാണെന്നും അത് പരിശോധിക്കാൻ AK ബാലൻ അധ്യക്ഷനായ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ നിയമിക്കുന്നു. 1, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു വലിയ അഴിമതിയാണ്, 6000 കോടിയുടെ അഴിമതിയാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ അധ്യക്ഷനാക്കി ഒരു കമ്മീഷനുമാണ് വെച്ചത്. ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങൾ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരപന്തലിൽ പോയി പറഞ്ഞ വാക്കുപാലിച്ചു. അംഗനവാടിക്കാർക്ക് വേണ്ടി നിയമസഭയിൽ പ്രതിപക്ഷത്ത് നിന്ന് പോരാടിയതിന് വാക്കുപാലിച്ചു. പാചകത്തൊഴിലാളികളെയും പിന്നെ പ്രീ പ്രൈമറി ടീച്ചർമാരെയും ആയാമാരെയും എല്ലാം കണ്ടു. 2 ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള യാത്രാ സൗജന്യവും മറ്റ് ഒരു ഗ്യാരണ്ടിയും വയോജനങ്ങളുടെ പ്രത്യേക വകുപ്പും ഇതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകുന്നു. ഈ മാറ്റം ജനങ്ങൾ വിലയിരുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.